ഇന്ന് നമ്മളുള്ളത് കേരളത്തിലെ കളപ്പുര എന്നറിയപ്പെടുന്ന പാലക്കാടാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം പാലക്കാടൻ ഇലയടയാണ്. കേരളത്തിലെ എല്ലാ സ്ഥലത്തും ഇലയട ഉണ്ടാക്കുന്നുണ്ട്, എന്നാലും പാലക്കാടിന് അടുക്കളയിൽ ഒരു പ്രത്യേക ഫ്ലേവറോട് കൂടിയാണ് ഇലയട ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ആദ്യം ഉരുളിയിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുത്തു, അല്പം ഉപ്പ് ഇട്ട് കൊടുത്തു, തിളച്ച വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ട് കുഴച്ച് നമ്മൾ ഇലയുടെ മാവ് മാറ്റി വെച്ചു. നമ്മൾ ഇതിലേക്ക് ഒരു ന്യൂട്രീഷൻ ട്വിസ്റ്റ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ സമയത്താണ് ക്യോക്ക് റോട്ട്സ് ഇട്ട് കൊടുത്തത്. ജസ്റ്റ് ആയിട്ട് വറുത്തെടുത്തിട്ടാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ക്യോക്ക് റോട്ട്സ് ഹോൾ ഗ്രെയിൻസ് വെച്ച് ഉണ്ടാക്കിയോണ്ട് ഫൈബർ കണ്ടന്റ് കൂടുതലായിരിക്കും. ചൂടാക്കി എടുക്കാനായിട്ട് പാനിലേക്ക് നമ്മൾ ഓട്സ് ഇട്ട് കൊടുത്തു. ഈ ഒരു പരുവത്തിൽ നമ്മൾ ബോളിലേക്ക് ചേഞ്ച് ചെയ്ത് മാറ്റി വേറെ പാനിലേക്ക് ചെറുകിയ തേങ്ങ, അതിലേക്ക് നമ്മൾ ശർക്കര പൊടിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. വറുത്ത് വെച്ചിട്ടുള്ള ക്യോക്ക് റോട്ട്സും ഇട്ട് കൊടുത്തു. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തു. ഫിനിഷിംഗ് ആയിട്ട് നമ്മൾ അല്പം ഏലക്ക പൊടി കൂടി ഇട്ട് കൊടുത്തു. നമ്മൾ വൃത്തിയായിട്ട് കുഴച്ചു വെച്ചിട്ടുള്ള മാവ്, ആ മാവിൽ നിന്ന് ചെറിയൊരു ബോൾ എടുത്ത് വാഴയിലയിൽ വെച്ച് അടയുടെ ഷേപ്പിൽ നമ്മൾ ബേസ് തയ്യാറാക്കി ശർക്കരയുടെയും തേങ്ങയുടെയും ക്യോക്ക് റോട്ട്സിന്റെയും മിക്സ് അതിലേക്ക് വെച്ചു കൊടുത്തു. നമ്മൾ കവർ ചെയ്തു. അടയുടെ ഷേപ്പിൽ നമ്മൾ വീണ്ടും മടക്കി ആവി കയറ്റാനായിട്ട് പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. 20 മിനിറ്റ് കൊണ്ട് ആവിയെല്ലാം കയറി നന്നായിട്ട് നമ്മുടെ അട തയ്യാറായി കഴിഞ്ഞു. വാഴയിലയുടെ മണവും ശർക്കരയുടെ മധുരവും ക്യോക്ക് റോട്ട്സിന്റെ ഗുണവും അടങ്ങിയ ഒന്നാം തരം പാലക്കാടൻ ഇലയട. അപ്പൊ അടുത്ത ഡിഷുമായി അടുത്ത ജില്ലയിൽ ക്യോക്ക് റോട്ട്സിനൊപ്പം.